അമൃതപുരി ജന്മദിന ആഘോഷ നിറവിലാണ്. നാളെയാണ് അമ്മയ്ക്ക് പിറന്നാൾ. മലയാള ഭാഷയുടെ മഹിമ ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ച സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരം. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത അമ്മ മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് സംസ്ഥാന സർക്കാർ അമ്മയെ ആദരിച്ചത്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു ചടങ്ങുകൾ. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അമ്മയെ ആദരിച്ചത്. മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. ലോകസമാധാനത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും അമ്മയുടെ വാക്കുകൾ ഓരോ മലയാളിക്കും അഭിമാനമാണ്. ഇത് കേവലം ഒരു ആദരവല്ല, അമ്മയോടുള്ള കൃതജ്ഞത കൂടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസകൾ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അമ്മയെ അറിയിച്ചു. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ശ്രീ സജി ചെറിയാനെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ ആഗോളവേദിയിൽ മുഴങ്ങിക്കേട്ടത് ഓരോ മലയാളിക്കും അഭിമാനമായ നിമിഷമായിട്ടാണ് ഞാനതിനെ കണ്ടത്. നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ശക്തി ലോകത്തിനു മുമ്പിൽ തെളിയിക്കാൻ ആ പ്രസംഗം നിമിത്തമായി. പലപ്പോഴും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിത രീതിയെയും നമ്മുടെ ശൈലിയെയും നമ്മുടെ ഭാഷയും വിസ്മരിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല സന്ദേശമാണ് അമ്മ ആദ്യമായി ലോകത്ത് മലയാളത്തിൽ നടത്തിയ പ്രസംഗം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ അമ്മ മലയാളത്തിൽ സംസാരിച്ച ദൃശ്യങ്ങൾ വേദിയിൽ പുനരവതരിപ്പിക്കപ്പെട്ടപ്പോൾ അമ്മയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി അമൃതപുരിയിലെത്തിയ ആയിരങ്ങൾ ഹർഷാരവം മുഴക്കി. ലോകത്തിന്റെ പരിച്ഛേദമായി അമൃതപുരി മാറിയെന്ന് ചടങ്ങിൽ ആശംസ നേർന്നുകൊണ്ട് സംസാരിച്ച കരുനാഗപ്പള്ളി MLA CR മഹേഷ് പറഞ്ഞു. മധുര മലയാളത്തെ ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിച്ച അമ്മയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് സ്നേഹവും സാഹോദര്യവും നിലനിർത്തി ജീവിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഉമാ തോമസ് MLAയും വ്യക്തമാക്കി. മലയാള ഭാഷയ്ക്ക് രൂപവും ഭാവവും നൽകിയവരെ ആദരിക്കുന്നതായും ഈ പുരസ്കാരം മലയാള ഭാഷയ്ക്ക് തന്നെ സമർപ്പിക്കുന്നുവെന്നും മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കിയ അമ്മ മലയാള ഭാഷയുടെ പ്രോത്സാഹനത്തിന് എല്ലാ മാതാപിതാക്കളും മക്കളെ പ്രചോദിപ്പിക്കണമെന്നും പറഞ്ഞു. കേരള ഭാഷയ്ക്ക് സമാനം കേരള ഭാഷയ്ക്ക് തന്നെയാണ് അമ്മ സമർപ്പിക്കുന്നത്. ഈ വിശ്വത്തിൽ നമ്മുടേതായ ഒന്നുമില്ല, എല്ലാം ഈശ്വരനാണ്, വിശ്വത്തിൻ്റെതാണ്. ഈ ഭാഷയ്ക്ക് രൂപവും ഭാവവും ഭംഗിയും അർത്ഥവും നൽകിയവരെ ഞാൻ നമിക്കുന്നു. നമ്മളെന്നും ഈ ഭാഷ ബോധം മറക്കാതെ ഉണർത്തിക്കൊണ്ടുവരാനും നിലനിർത്താനും എല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് പ്രേരണ കൊടുക്കുന്നത് നന്നായിരിക്കും നമുക്ക് തോന്നുന്നു. മധുര മലയാളം ആദ്യമായി ഐക്യരാഷ്ട്രസഭയിൽ ഉയർന്നു കേട്ടത് അമ്മയിലൂടെയായിരുന്നുവെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. അമ്മയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകിയ അംഗീകാരം അത് മലയാള ഭാഷയെയും അതിന് ജന്മം നൽകിയ മഹാരഥന്മാരെയും ആദരിക്കുന്നതിന് തുല്യമാണെന്നും സ്വാമിജി പറഞ്ഞു. So Amma would like to accept this recognition on behalf of everyone who has bestowed upon the Malayalam language its form, beauty, feeling and depth of meaning. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ, IG ലക്ഷ്മൺ ഗുഗുലോത്ത് IPS, കേരള ലോ അക്കാദമി ഡയറക്ടർ അഡ്വക്കേറ്റ് നാഗരാജ നാരായണൻ, നടൻ ദേവൻ, മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ എന്നിവർ അമ്മയെ ഹാരാർപ്പണം ചെയ്ത് ആദരിച്ചു. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി സ്വാഗതവും സ്വാമിനി സുവിദ്യാമൃതപ്രാണ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ഭജനയും ദർശനവും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം.